യൂത്ത് കോൺഗ്രസിനെ ഇനി ആര് നയിക്കും എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ പടിയിറങ്ങിയതോടെ പുതിയ അധ്യക്ഷന് വേണ്ടിയുള്ള തെരച്ചിലാണ് സംസ്ഥാന നേതൃത്വം. തർക്കം രൂക്ഷമായതോടെ ചർച്ചകൾ വഴിമുട്ടി എന്നാണ് അറിയുന്നത്. അബിൻ വർക്കി ഒഴിവാക്കിയാൽ പൊട്ടിത്തെറിക്ക് സാധ്യതയുണ്ട്. സ്വാഭാവിക നീതി നേരത്തെ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്തിയ അബിൻ വർക്കിക്ക് അവസരം കൊടുക്കുക എന്നതാണെന്ന് ഒരു വിഭാഗം പറയുന്നു. എന്നാൽ അതേസമയം അഖിലിനെ പോലെയുള്ള നേതാക്കൾ, എ ഗ്രൂപ്പിൽ തന്നെ പെട്ട അഭിജിത്തിനെ പോലെയുള്ള നേതാക്കളും ആ സ്ഥാനത്തിനു വേണ്ടിയുണ്ട്. മറുഭാഗത്ത് വനിതകളെ പരിഗണിക്കുകയാണെങ്കിൽ അനിത ബാബുവിനെയോ സ്നേഹയോ ഒക്കെ പരിഗണിച്ചൂടെ എന്ന് ചോദിക്കുന്നു. KM അഭിജിത്ത്, JS അഖിൽ എന്നിവരുടെ പേരുകൾ പരിഗണിക്കണമെന്ന് എ ഗ്രൂപ്പ് ആവശ്യപ്പെടുന്നുണ്ട്. വനിതകളെ തലപ്പത്തെത്തിക്കണമെങ്കിൽ അത് സ്നേഹയുടെയും അനിതയുടെയും പേരാണെന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും അത് പ്രതിച്ഛായ രക്ഷിക്കണം എന്നുള്ളതാണ് എന്തായാലും പാർട്ടി ലക്ഷ്യമിടുന്നത്. ഒരുപക്ഷേ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അബിൻ വർക്കിക്ക് താൽക്കാലിക ചുമതല നൽകിയേക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. റോഷിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, നമ്മൾ മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഒരു ഹിറാമുട്ടിയായി മാറുകയാണ് അധ്യക്ഷ സ്ഥാനം. എ ഗ്രൂപ്പിൽപ്പെട്ട അഭിജിത്ത്, അഖില്, വനിതകളാണെങ്കിൽ ഹരിതയും സ്നേഹയും. അവർക്ക് വേണ്ടി കാര്യമായ പിന്തുണയൊന്നും കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പുറത്ത് അബിൻ വർക്കി, സ്വാഭാവിക നീതി അബിൻ വർക്കിക്കാണ് എന്നെല്ലാവരും കരുതുന്നു. അപ്പോൾ അബിൻ വർക്കിക്ക് താൽക്കാലിക ചുമതല നൽകി ഈ പ്രതിസന്ധിയിൽ നിന്ന് തൽക്കാലം തടിയൂരാനായിരിക്കുമോ ശ്രമം, റോഷി? ഒരുപക്ഷെ അവസാന ഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ ആദ്യഘട്ടം മുതൽ തന്നെ ദേശീയ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പകരക്കാരനായുള്ള ഒരു അധ്യക്ഷനെയാണ്. അങ്ങനെയുള്ള ചർച്ച പ്രാഥമികമായി തുടങ്ങിയപ്പോൾ തന്നെ ആ ചർച്ചയിൽ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾ അവരുടെ വിശ്വസ്തരായ ആളുകളുടെ പേരുകൾ നിർദ്ദേശിച്ചു. അതാണ് ചർച്ച വഴിമുട്ടിയത്. നേതാക്കളുമായൊക്കെ ദേശീയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പലവട്ടം ആശയവിനിമയം നടത്തിയ ഒടുവിൽ ചർച്ചകൾ വഴിമുട്ടി. ഇനിയിപ്പോൾ KC വേണുഗോപാൽ പുറത്താണ്, രാജ്യത്തിന് പുറത്താണ്. തിരിച്ചെത്തിയാൽ മാത്രമാണ് കൂടുതൽ ചർച്ചകളിലേക്ക് കടക്കുക. ഏതായാലും ഇവിടെയുള്ള പ്രധാന പ്രശ്നമായ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നടപടി, ആ പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമുണ്ടായ സാഹചര്യത്തിൽ ഇനി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ കണ്ടെത്തുക എന്ന ആ ഒരു വലിയ ഉദ്യമത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കും. ചർച്ചകൾ വേഗത്തിലാക്കും. പക്ഷേ ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ അബിൻ വർക്കിക്ക് താൽക്കാലിക ചുമതല നൽകാനുള്ള സാധ്യത തള്ളാൻ പറ്റില്ല. ഇനി അബിൻ വർക്കി അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന് പുറത്ത് ഇപ്പോൾ നിലവിൽ ഭാരവാഹികളല്ലാത്ത JS അഖിൽ, KM അഭിജിത്ത് അടക്കമുള്ള നേതാക്കളുടെ പേര്, ബിനു ചുള്ളിയിലടക്കം നിലവിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഭാരവാഹികളല്ല, പക്ഷെ അവരുടെയൊക്കെ പേര് ചർച്ചകളുണ്ട്. അതിനപ്പുറത്തേക്ക് സജീവമായ മറ്റൊരു ചർച്ചയാണ് ഒരു വനിതാ നേതാവിനെ അധ്യക്ഷ പദവിയിൽ കൊണ്ടുവന്നാൽ ഇപ്പോഴുണ്ടായ ദുഷ്പേര് കളയാൻ കഴിയുമെന്നാണ്. അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആലോചിക്കണമെന്ന അഭിപ്രായം ചില കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. പക്ഷേ മികച്ച സംഘാടക ശേഷിയുള്ള ഒരാളെ അധ്യക്ഷ പദവിയിൽ എത്തിച്ചില്ലെങ്കിൽ സംഘടനയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ലെന്ന അഭിപ്രായമുള്ളവരാണ് കൂടുതൽ. അതുകൊണ്ടാണ് അബിൻ വർക്കി, KM അഭിജിത്ത്, ഒപ്പം JS അഖിലെ, ബിനു ചുള്ളിയിലടക്കമുള്ള നേതാക്കളുടെ പേരുകൾ ആദ്യഘട്ടത്തിൽ മുതൽ പരിഗണിക്കുന്നത്. ഏതായാലും ചർച്ചകൾ അടുത്ത ദിവസങ്ങളിൽ സജീവമാകും. ഏറെ വൈകാതെ തന്നെ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഒരുപക്ഷെ നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ താൽക്കാലികമായി അബിൻ വർക്കിക്ക് ചുമതല നൽകി തീരുമാനം മറ്റു ചർച്ചകൾ പിന്നീട് എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാം. കാരണം ഇനി 1 വർഷം കാലാവധിയുണ്ട്. 1 വർഷം പൂർത്തിയാൽ പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഓക്കെ, എന്തായാലും ആരോഗ്യകരമായ ചർച്ചകൾ നടക്കട്ടെ.